ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രതിപക്ഷവും മാത്യു കുഴൽനാടനും കൊണ്ടുവന്ന ഒരു ഉണ്ടയില്ലാ പിടികൂടി നിലംപരിശായിരിക്കുന്നു. CMRL എക്സാലോജിക് വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി. മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിധി. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സാലി, പ്രതിപക്ഷം നാളുകളായി കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന നിരവധി നുണക്കോട്ടകൾ പൊളിഞ്ഞു വീണത് നമ്മൾ കണ്ടതാണ്. അതിലേറ്റവും ഒടുവിലെത്തിയതാണ് ഇന്ന് ഹൈക്കോടതിയിൽ തകർന്നടിഞ്ഞത്. CMRL എക്സാലോജിക് വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് ഹൈക്കോടതിയുടെ. ഏതായാലും കോടതിയുടെ ഉത്തരവിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരേണ്ടതുണ്ട്. ഇന്ന് കോടതി ഉത്തരവിൽ പുറപ്പെടുവിച്ചതിലൂടെ തിരിച്ചടി കിട്ടിയത് ഇവിടുത്തെ കുഴൽനാടന് മാത്രമല്ല, പ്രതിപക്ഷത്തിനാണ്, വലതുപക്ഷ രാഷ്ട്രീയത്തിനാണ്, BJPക്കാണ്. ഒപ്പം മറ്റൊരു കൂട്ടരുണ്ട്, മാധ്യമങ്ങൾ. നിരന്തരം നുണക്കഥകൾ മെനഞ്ഞുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ കൂടി തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഇതെന്താണ് കോടതി പറഞ്ഞ കാര്യങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ? സുജു, രണ്ട് ഹർജികളാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് സുജു സൂചിപ്പിച്ചതുപോലെ മാത്യു കുഴൽനാടൻ്റെ ഹർജി, മറ്റൊന്ന് കളമശ്ശേരി സ്വദേശിയായ അന്തരിച്ച ഗിരീഷ് ബാബുവിൻ്റെ ഹർജി. ആ രണ്ട് ഹർജിയും ഒരുമിച്ച് വാദം കേട്ട് രണ്ടായി ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. രണ്ട് പേരുടെയും ആവശ്യങ്ങളൊന്നു തന്നെയായിരുന്നു. അതായത് മുൻപ് ഇതേ ആവശ്യം ഉന്നയിച്ച്, അതായത് എക്സാലോജിക്കും CMRL കമ്പനികൾ തമ്മിൽ കരാറുണ്ടായിരുന്നു. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക കൈമാറ്റം നടന്നിട്ടുണ്ട്. ആ കൈമാറ്റത്തിന് പിന്നിൽ അഴിമതിയുണ്ട്, പണമിടപാട് അഴിമതിയാണ്, അധികാരം ഉപയോഗിച്ചുള്ള അഴിമതിയാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് വിജിലൻസ് കോടതിയെ രണ്ടുപേരും സമീപിച്ചിരുന്നു. വിജിലൻസ് കോടതി തള്ളുകയാണ് ഉണ്ടായത് ഈ ആവശ്യം. അതായത് വിജിലൻസ് അന്വേഷണം വേണം എന്നുള്ള ആവശ്യം വിജിലൻസ് കോടതി അത് തള്ളി. അതിനെതിരെയാണ് രണ്ടുപേരും ഹൈക്കോടതിയെ സമീപിച്ചത്. റിവിഷൻ പെറ്റീഷൻ, പുനഃപരിശോധന ഹർജിയാണ് കൊടുത്തത്. അതായത് വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കി ഇതിൽ സമഗ്രമായ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നായിരുന്നു പറയാറ്. അതിൽ കുറേ നാളുകളായി കോടതി വാദം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പല ഘട്ടത്തിലും ഇത് സംബന്ധിച്ച് വിശദമായ പ്രതിവാദത്തിലേക്കൊക്കെ കോടതിയിൽ നടക്കുകയൊക്കെ ചെയ്താണ്. കുറേ രേഖകൾ ഒക്കെ ഹാജരാക്കി. ആ രേഖകളുടെ ആധികാരികതയൊക്കെ കോടതി പല ഘട്ടത്തിലും ചോദ്യം ചെയ്തു. അങ്ങനെ ഘട്ടമായി കടന്നുപോയി. ഇന്ന് ഉച്ചയ്ക്ക് 1:45 ജസ്റ്റിസ് K. ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇതിൽ വിധി പറഞ്ഞു. കോടതി പറഞ്ഞത് ഇതിൽ ഒരു തരത്തിലുള്ള വിജിലൻസ് അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം കോടതി തള്ളുന്നു. രണ്ട് ഹർജിക്കും രണ്ട് ഓർഡർ ഇറക്കി, രണ്ട് ഹർജികളും തള്ളിക്കൊണ്ട് ഉത്തരവിട്ടിരിക്കുകയാണ്. അതിനർത്ഥം ഈ കേസിൽ ഇനി വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവരുടെ പ്രധാനപ്പെട്ട പരാതി ഇത് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ആരോപണമാണ്. അതുകൊണ്ട് തന്നെ അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി വിജിലൻസ് അന്വേഷണം ഇതായിരുന്നു ആവശ്യം. അത് ആവശ്യമില്ല. വിജിലൻസ് കോടതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ കൊണ്ടുവന്ന രേഖകൾക്കൊന്നും ആധികാരികതയില്ല, പത്രങ്ങളിൽ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒന്നും വിജിലൻസ് അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജിലൻസ് കോടതി അന്ന് ഇത് തള്ളിയത്. അതായിരുന്നു ഇവർ ചോദ്യം ചെയ്തത്. അത് ശരിവെച്ചിരിക്കുന്നു കോടതി എന്ന് പറഞ്ഞാൽ വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് തന്നെയാണ്. അതിൻ്റെ നിയമവശത. ഇതിന് മറുവശമുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വായിക്കാൻ ഒരു രാഷ്ട്രീയ വശമുണ്ട്. നമുക്കറിയാം, മാത്യു കുഴൽനാടൻ കുറേ നാളുകളായി ഇത്തരത്തിൽ ആരോപണം നിരന്തരം ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ. ഒപ്പം CPM നേതാക്കന്മാരെയും LDFൻ്റെ മറ്റ് നേതാക്കന്മാരെയും ഒക്കെ അതിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അത് നിരന്തരം മാധ്യമങ്ങൾ വാർത്താ സമ്മേളനം നടത്തുകയും അത് മാധ്യമങ്ങൾ നന്നായി തന്നെ കൊടുത്തുപോരുകയും ചെയ്തിരുന്നു. അതെല്ലാം അവസാനിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം അതിൽ നിന്നും ഒരു കഴമ്പും ഉണ്ടായിരുന്നില്ല എന്ന് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നീതിപീഠം അസന്നിഗ്ധമായി വ്യക്തമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതിൻ്റെ നിയമവശം, രാഷ്ട്രീയ വശം എന്ന് പറഞ്ഞാൽ അത് മാത്യു കുഴൽനാടന് നിയമപരമായി ലഭിച്ച വലിയ തിരിച്ചടിയാണ്. രാഷ്ട്രീയമായി മാത്യു കുഴൽനാടൻ MLA എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് കൂടി ലഭിച്ച തിരിച്ചടിയാണ്. ഒപ്പം ഇതെല്ലാം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും ഇത് ഏറ്റുപിടിക്കുകയും ചെയ്ത UDFൻ്റെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്കും ലഭിച്ച കനത്ത തിരിച്ചടി തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം ചേർത്ത് പറയേണ്ട ഒരു കൂട്ടർ നമ്മൾ മാധ്യമപ്രവർത്തകരാണ്. ഈ ആരോപണങ്ങളുടെയൊക്കെ പുകമറ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാനോ ഈ മാത്യു കുഴൽനാടനും മറ്റും കൊണ്ടുവന്ന് വാർത്താ സമ്മേളനത്തിൽ നൽകുന്ന രേഖകളുടെ ആധികാരികത പരിശോധിക്കാനോ അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് കണക്കുകൂട്ടാനോ ഒന്നും തയ്യാറാവാതെ അത് ദിവസങ്ങളോളം അന്തിച്ചർച്ചയ്ക്ക് വിധേയമാക്കുകയും പത്രങ്ങളിൽ ഫുൾ പേജ് വാർത്തയാക്കുകയും ഒക്കെ ചെയ്യുന്ന ശൈലി സ്വീകരിച്ച മാധ്യമങ്ങൾക്ക് കിട്ടിയ അടി കൂടിയാണ് ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ നേതാക്കന്മാർ ഈ ഹർജി കൊടുത്ത മാത്യു കുഴൽനാടനെയും ഹർജിയെ പിന്തുണച്ച പ്രതിപക്ഷത്തെയും വിമർശിക്കുന്നതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ച മാധ്യമങ്ങളെയും ശകാരിക്കുന്നത്, വിമർശിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഏതായാലും ആ വിമർശനത്തിന്
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊതു സാഹചര്യം പരിശോധിച്ചാൽ ചില മാധ്യമങ്ങളെങ്കിലും അർഹരാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടതായി വരും. ഏതായാലും അതുകൊണ്ട് തന്നെ ഇക്കൂട്ടർക്കെല്ലാം ലഭിച്ച തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. 1:45 കോടതി വിധി പറഞ്ഞത്. ഏതായാലും അതിനുശേഷം നിരന്തരമായി ഒട്ടേറെ പ്രതികരണങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അതിൽ മാത്യു കുഴൽനാടൻ്റെതായി വന്ന പ്രതികരണം ഈ പോരാട്ടം താൻ ഇനിയും തുടരും എന്നുള്ളതാണ്. ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല, ഇനിയും നിയമ പോരാട്ടം തുടരും, തൻ്റെ കൈവശമുള്ള രേഖകളെല്ലാം ഇനിയും കോടതിയിൽ ഹാജരാക്കും. ഇത് തന്നെയാണ് മജിസ്ട്രേറ്റ് കോടതി വിധി പറഞ്ഞപ്പോഴും വിജിലൻസ് കോടതി ഇതിനെതിരെ വിധി പറഞ്ഞപ്പോഴും ഒക്കെ മാത്യു കുഴൽനാടന്റെ പ്രതികരണം ഇത് തന്നെയായിരുന്നു. നമ്മൾ ഒന്ന് പോയി വൈറ്റ് എടുക്കുകയും ഇത് സംസാരിക്കുമ്പോൾ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു പോകേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് സാലി. അതായത് എവിടെയാണ് ഈ കേസിന്റെ തുടക്കം, ഈ ദുരാരോപണത്തിന്റെ തുടക്കം എന്നുകൂടി പരിശോധിക്കേണ്ടത്. CMRL-ഉം ആദായ നികുതിയും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട കേസ്, അതിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി കക്ഷിയാകുന്നത്, അതിലെങ്ങനെയാണ് ഒരു നികുതി തർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ കക്ഷിയാകുന്നത് എന്ന ന്യായമായ ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. വളരെ കൃത്യമാണ്, ഒരു പ്ലാനിംഗ് ആണ്. അവിടെ ഒരു തർക്കം വരുമ്പോൾ അത് CMRL-ഉണ്ട്. CMRL കമ്പനിയുടെ കൺസൾട്ടൻസി കരാർ ഏറ്റെടുത്തത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജിക്കാണ്. എക്സാലോജിക്ക് നിരവധി കമ്പനികളുമായി ഇത്തരത്തിൽ കൺസൾട്ടൻസി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിലൊരു കമ്പനി മാത്രമാണ് ഈ CMRL എന്ന് പറയുന്നത്. ആ കൺസൾട്ടൻസിക്ക് പ്രതിഫലമായി 1.72 ലക്ഷം രൂപ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മനുഷ്യന് മനസ്സിലാകാത്ത, സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു വാക്ക് കൊണ്ടുവരികയാണ്, മാസപ്പടി എന്ന തരത്തിലും കൊണ്ടുവരികയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ ഈ തരത്തിൽ തിരിച്ചടി കിട്ടിയത് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്, കുഴൽനാടന്, സംഘപരിവാർ രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, മാധ്യമങ്ങൾ നിരന്തരം അച്ചുകൂടം നിരത്തിയ മാധ്യമങ്ങൾ, അന്തിച്ചർച്ചയ്ക്കായി മണിക്കൂറുകൾ ചെലവിട്ട മാധ്യമങ്ങൾ, അവർക്ക് കിട്ടിയ തിരിച്ചടി കൂടിയാണ്. ഇന്ന് പറയുമ്പോൾ ഇന്ന് പല മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുത്തത് മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസമെന്നാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം എന്നല്ല ആ വാർത്ത. ഒരുപക്ഷെ ഇവർക്ക് കിട്ടിയ തിരിച്ചടി എന്ന് കൊടുക്കാൻ മടിക്കുന്ന മാധ്യമങ്ങൾ അതുകൂടി എടുത്ത് പറഞ്ഞേ പോകേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് ഈ സംഭവത്തെ കൂട്ടിയിണക്കുന്നത്, ഒരു നികുതി തർക്കത്തെ, ഒരു കമ്പനിയും ആദായ നികുതി വകുപ്പും തമ്മിലുള്ള തർക്കത്തെ മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ മകളിലേക്കും കൊണ്ടെത്തിക്കുന്ന ആ തന്ത്രമുണ്ടല്ലോ, അതൊരിക്കൽ കൂടി പറയേണ്ടതുണ്ട് സാലി. അതായത് ഇതിന്റെ തുടക്കം എങ്ങനെയാണ്, സുജി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദായ നികുതി വകുപ്പും CMRL കമ്പനിയും തമ്മിലുണ്ടായ ഒരു ക്ലാഷിൽ ആ ഫയലുകൾ പരിശോധിച്ച് അങ്ങനെ മുന്നോട്ട് പോയതാണ്. പക്ഷേ അത് ആരോപണം ഉയർന്നു വന്നത് ഈ CMRL-ഉം എക്സാലോജിക് കമ്പനി, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിലാണ് വാർത്ത വന്നത്. അങ്ങനെ വന്ന എന്താണ് സാമ്പത്തിക ഇടപാട് എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ വിശദീകരിച്ചാണ് ഇത് 2 കമ്പനികൾ തമ്മിലുള്ള കരാറാണ്, ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പണം കൈമാറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അപ്പോഴാണ് മാസപ്പടി എന്ന വാക്കുമായി മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നത്. അതായത് ഇത് കേവലം മാസപ്പടിയാണ്, ഒരു സേവനവും ഇല്ലാതെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക്, മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് വീണയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പണമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനം വന്നു. അങ്ങനെയാണെങ്കിൽ ഇത് സേവനത്തിന് നൽകിയ പണമാണെങ്കിൽ GST അടയ്ക്കേണ്ടേ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. അങ്ങനെ കുറേ നാൾ കൊണ്ടുവരുമ്പോൾ വീണയുമായി ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ കൃത്യം GST അടച്ചതിൻ്റെ രേഖകൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. അത് പുറത്തു വന്നപ്പോൾ GST അടച്ചോ ഇല്ലയോ എന്ന തർക്കം അവസാനിച്ചപ്പോൾ GST അടച്ചു, GST അടച്ചെങ്കിൽ അത് സേവനത്തിന് നൽകിയ പണമാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തു. പിന്നീട് അടുത്ത ആരോപണങ്ങളിലേക്ക് കടന്നു. അങ്ങനെ ഓരോ ആരോപണങ്ങൾ ഒന്ന് പൊളിയുമ്പോൾ മറ്റൊന്ന് കൊണ്ടുവരും. അങ്ങനെയാണ് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നത്. അതാണ്. പക്ഷേ ഇവരുടെയൊക്കെ ലക്ഷ്യം, ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യം, ഇത് ഏതെങ്കിലും നീതിപീഠത്തിനോ നിയമ സംവിധാനത്തിനോ മുന്നിൽ തെളിയിക്കപ്പെടുമെന്ന് പ്രതീക്ഷയോടെ അല്ല. അവർക്ക് പിന്നിലുള്ള ഒരു പൊളിറ്റിക്കൽ താല്പര്യമാണ് ഇതിനുള്ളത് എന്ന് നമുക്ക് ഇക്കാലം അത്രയുമുള്ള മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളുടെ ഒരു ഓർഡർ പരിശോധിച്ചാൽ മനസ്സിലാവും. അത് ലാവ്ലിൻ മുതൽ അവസാനം എക്സാലോജിക്കൽ വരെ എത്തി നിൽക്കുമ്പോഴും എല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കുക, അത് കോടതി എന്തെങ്കിലും പറയുമ്പോൾ അത് അവസാനിപ്പിക്കുക എന്ന തരത്തിലേക്ക് പോവുക. അപ്പോൾ പക്ഷേ അതുകൊണ്ട് അവരുണ്ടാക്കുന്ന, ഈ ആരോപണം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ നേട്ടമുണ്ട്, അത് പൊളിറ്റിക്കൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ അക്കാലം അത്രയും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും മുഖ്യമന്ത്രി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയും മുന്നണിയെയും ഇങ്ങനെ പ്രതിക്കൂട്ടിൽ അത്